അസ്സാം വലൈക്കും. യുഎയുടെ ഇൻ്റർവ്യൂ വിത്ത് എക്സ് എത്തീസ്റ്റ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് മുഹമ്മദ് റാഷിദ്. അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാണ്, അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഗതം മുഹമ്മദ് റാഷിദ്. അപ്പോൾ നമ്മൾ ഒരു വിശ്വാസിയായിട്ട് ജനിച്ചു വളർന്ന താങ്കൾ ഒരു നിരീശ്വരവാദത്തിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്? അത് വിശ്വാസമായിട്ട് അങ്ങനെ ജനിച്ചു വളരാന്ന് പറയുമ്പോൾ വീട്ടുകാരും മുസ്ലിങ്ങളാണ്. ഉം. പക്ഷെ ബേസിക്കലി അങ്ങനെ എനിക്ക് ചെറുപ്പത്തിലും ഇതിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. അതായത് നമ്മളിതിനൊട്ടും താല്പര്യമില്ലാതിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊട്ടും സീരിയസ് ഒന്നും ആയിരുന്നില്ല. ഉം. അവിടെ കാര്യങ്ങളൊക്കെ കടന്നു, ഹലാൽ ചിക്കനൊക്കെ വരും, നമ്മളതൊക്കെ കഴിക്കും. അതല്ലാതെ അതിനോടൊരു ഒരു സീരിയസ് കൺസേൺ ഒന്നും, പിന്നെ ചെറുതുമാണല്ലോ, അത്ര സീരിയസ് കൺസേൺ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതിലൊരു പക്ഷെ ഇതിനോട് എനിക്ക് അപ്പോഴൊരു നമ്മൾ ഒരു തരത്തിലും സീരിയസ് ആയിരുന്നില്ല. അതായത് ഇതിനെ നമ്മൾ കാര്യമായിട്ട് ഗൗനിക്കുകയോ കാര്യമായിട്ട് തള്ളിക്കളയുകയോ ചെയ്തിരുന്നില്ല. അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും എന്നുള്ളൊരു ഇതിലായിരുന്നു. അതിലൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ബേസിക്കലി ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു. ഉം. അപ്പോൾ നമ്മളൊരു ഞാൻ നമ്മുടെ അൻസാറിലാണ് പഠിച്ചത്, നമ്മുടെ പെരുമ്പ്ലാവ് അൻസാർ സ്കൂളിൽ. അപ്പോൾ അവിടെ പരീക്ഷയ്ക്കൊക്കെ തോക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു സാധാ സ്കൂളിലേക്ക് മാറ്റിയത്. അതൊരു ബേസിക്കലി ഒരു സ്കൂൾ വിത്ത് മദ്രസ എന്നൊക്കെ നമ്മൾ പറയാമല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അതൊരു പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനം കൂടിയായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു കരിക്കുലം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ സാധാ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, അതിന് പുറമെ ഈ അക്കീദ, ഖുർആൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടേതായ കുറേ സബ്ജക്റ്റുകളും. ബേസിക്കലി തന്നെ പഠിക്കാൻ കുറച്ച് മോശമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അതിനോട് ഇപ്പം എങ്ങനെയാണ് അത് കൂടുതലും അടിവ് കിട്ടുക എന്ന് വെച്ചാൽ ഇസ്ലാമിക് സാധനങ്ങൾ പഠിക്കാണ്ട് പോയതിൻ്റെ. ഈ അറബിയൊന്നും നമുക്കങ്ങനെ കയറൂല. അത് ഞാനൊരു 5-6 കൊല്ലം ഈ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് ബേസിക്കലി അവർ ഈ ഇസ്ലാമിക് എന്നും മറ്റും നമ്മളെങ്ങനെ തല്ലി പഠിപ്പിക്കുന്നതിനോടൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അത് വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നു ശിക്ഷണങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കാണ്ട് നമുക്ക് അടിയൊക്കെ കിട്ടും, സ്വാഭാവികമായിട്ട് എല്ലാ സ്കൂളിലും കിട്ടും. പക്ഷെ ഇവിടെ അതിൻ്റെ കാരണം റിലീജിയസ് ആയിട്ട് മാറുന്നുണ്ട്. വളരെ റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങളാലാണ് നമുക്ക് അന്ന് ശരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഞാൻ ഭയങ്കര ഇസ്ലാമോഫോബിക് ആയിട്ട് മാറുന്നത് ശരിക്കും ആ ഘട്ടത്തിലാണ്. അതായത് എൻ്റെ ഒരു 8ാം ക്ലാസ് 9, 10 ആ ഒരു ഘട്ടത്തിലാണ് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാമിനെ കുറിച്ച് വളരെ ഭയങ്കര ഹീനമായിട്ടുള്ളൊരു ഭയങ്കര മലീഷ്യസ് ആയ ഒരു ഇൻറ്റൻഷനൊക്കെ എന്നിൽ കയറി വരുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ പത്രമൊക്കെ വായിക്കുമ്പോൾ മുസ്ലിങ്ങൾ കഞ്ചാവുമായിട്ട് പിടിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ, അതായത് നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നരേഷൻ വളരെ ശരിയായിരുന്നു എന്ന് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് അതാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടാണ് ശരിക്കും എൻ്റെ തുടക്കം, യുക്തിവാദിയായിട്ടല്ല. പിന്നീട് ശരിക്കും അതൊരു യുക്തിവാദത്തിലേക്ക് നമ്മൾ പതുക്കെ ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പതുക്കെ വായന ഒക്കെ തുടങ്ങുന്നൊരു സമയം. അപ്പോൾ എന്നെ എല്ലാ കാലത്തും ഇപ്പോൾ വായനയെ കാര്യമായിട്ട് സ്വാധീനിച്ച 2 ആളുകൾ, ഒന്ന് എൻ്റെ ഉപ്പയാണ്, മറ്റൊന്ന് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളിവിടെ ഇൻ്റർവ്യൂ നടത്തിയ ഹംസുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈബ്രറികൾ, ഇവർ 2 പേരുടെ ലൈബ്രറികളിൽ നിന്നാണ് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ട് പുസ്തകം എടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു ഖുറാൻ സ്കോളറാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്. പക്ഷെ അതേസമയം തന്നെ അതങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസിനെയും ജഡ്ജ്മെൻറ്റിനെയും ഒക്കെ നമ്മൾ അംഗീകരിക്കുമെങ്കിലും അതിനെ ബഹുമാനിക്കുമെങ്കിൽ കൂടിയും ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനോട് നമുക്കൊരു ഇതില്ല. പക്ഷെ ഈ സമയത്താണ് നമ്മൾ കുറേ കൂടി ഹംസുഖാനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഹംസുഖ ആ സമയത്ത് കുറേ കൂടി ഒരു മാക്സിയൻ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു മാക്സിയൻ റീഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കാര്യപ്പെട്ട വായനകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിയൻ വായനകളിലൂടെയാണ്. ചെറിയ അത് മാക്സിനെ നേരിട്ട് വായിക്കല്ല, പക്ഷെ ചെറിയ മാക്സിയൻ ഗ്രന്ഥങ്ങളും ചില പാർട്ടിയോടുള്ള ചില ഒരു ഇടത് സാഹിത്യത്തോടും ഇടതുപക്ഷത്തോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ഒരു അപ്രോച്ചാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ശേഷം ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ശരിക്കും ഈ ഹംസ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന ഈ വടക്കേകാട് പരിസരത്താണ്. എൻ്റെ പെരുമ്പ്ലാവ് അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ 25 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ഈ +1 +2 പഠിക്കാൻ പോകുന്ന ഈ ഹംസുക്കാട് വടക്കേകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അതോടെ ഹോസ്റ്റലിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും നമ്മൾ കുറച്ചും കൂടിയും കൂടുതലായിട്ട് അടുക്കുന്നതും, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ, ഈ വടക്കേകാട് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇടതുപക്ഷ ചായ്വുള്ളൊരു മേഖലയും ഒരു ഇടതുപക്ഷ വായനാ സമൂഹം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഭാഗമാവുകയും കൂടുതൽ ഇടതുപക്ഷ സാഹിത്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ എത്തീസം, റാഷണലിസം, അതുപോലെ ഫ്രീ തിങ്കിങ് തുടങ്ങിയ ആശയധാരകളോടൊക്കെയുള്ള പലതരം റീഡിങ്സുകളോടും പലതരം അത്തരം കമ്മ്യൂണിറ്റികളോടൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത് ഒരു വൈജ്ഞാനികമായ നിലക്ക് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റുകൾ അന്ന് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പലതരത്തിൽ അത് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭൗതികവാദത്തോട്, മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് കാര്യമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ മാക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പോലുള്ള അവിടെ നമ്മൾ ഒരേ സമയം ഒരു ഇസ്ലാമോഫോബിക് ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിലാണ് ഞാൻ കുറേയും കൂടിയും മറ്റ് ചില ചോദ്യങ്ങളെ കൂടി അഭിസംബോധന ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ ആരാണ്, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട, കുറേയും കൂടി പറഞ്ഞാൽ മനുഷ്യൻ്റെ സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, എക്സിസ്റ്റൻസിനേക്കാൾ കൂടുതൽ സഫറിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതലുണ്ടായിട്ടുള്ളത്. മനുഷ്യൻ്റെ രോദനങ്ങൾക്ക് അതിനുമായി മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ, എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ സഫർ ചെയ്യപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ. ശരിക്കും ഈ സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്നെ ആദ്യ കാലഘട്ടത്തിൽ മാക്സുമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സാഹിത്യങ്ങളുമായിട്ട് കാര്യമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. എനിക്കത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒരു സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ അതിലൊരു പ്രവർത്തനം എന്ന രീതിയിൽ പലതരത്തിൽ നമ്മളെ പല യുക്തിവാദ സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അതിങ്ങനെ ഗ്രാജ്വലി അന്നങ്ങനെ വളരെയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടം, നമ്മളൊരു കാലഗണനയൊക്കെ ഒരു ക്രോണോളജിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ളൊരു കാലഘട്ടമാണ്. ഈ സമയത്ത് അപ്പോൾ ഞാൻ 2 പ്രധാനപ്പെട്ട, ഇസ്ലാമിൽ നിന്ന് നമ്മൾ അകലുന്നതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. അപ്പോൾ ഒന്ന് ഇസ്ലാമോഫോബിയാണ്, അതായത് ഇസ്ലാമിനോടുള്ള ഭീകരമായൊരു വെറുപ്പും, അതിനെ മുസ്ലിങ്ങളെല്ലാവരും എന്തുകൊണ്ട് ഇവർ പൊട്ടിത്തെറിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളും, മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങളെ മനസ്സിലാക്കുകയും അത് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് അവരെ വെറുക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വളരെ ഒരു പക്ഷേ അങ്ങനെ ഡീപ്പായിട്ട് പറയാൻ പോലും പറ്റാത്ത വിധം മോശമായൊരു മാനസികാവസ്ഥയായിരുന്നു അത്. രണ്ടാമത് മനുഷ്യൻ്റെ എക്സിസ്റ്റൻസും സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കൂടി തിയററ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളും, ഈ ഒരു രണ്ട് ഘടനയും മാനസികൻ്റെ 2 പ്രധാനപ്പെട്ട ഈ ഒരു ചോദ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്ന് എന്നെ, കാരണം ഒരിക്കലും ഇസ്ലാമിലേക്ക് അതിനു മുമ്പും ഇസ്ലാമുമായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, വീട്ടിൽ ജനിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മളിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴെങ്കിലും നിസ്കരിക്കും, ചിലപ്പോൾ ഒരു നോമ്പ് വെക്കും, ഒന്നുമില്ലെങ്കിലും 27-ാം രാവിൻ്റെ അന്നെങ്കിലും ഒരു നോമ്പ് വെക്കും. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും പൂർണ്ണമായിട്ട് ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിൽ ബന്ധപ്പെടാത്തൊരു ജീവിതം ഞാൻ നയിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ശരിക്കും ഈ ഒരു +2 വരെയുള്ള ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ +2-ന് പഠിക്കുന്ന സമയത്താണ് ഞാനൊരു പ്രധാനപ്പെട്ട പുസ്തകം, എൻ്റെ ലൈഫിലൊരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി മാറിയ ഒരു പുസ്തകം വായിക്കുന്നത്. അത് ഹൂ കിൽഡ് കർക്കരെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മുൻ IG ആയിരുന്ന SM മുഷരിഫ് IPS എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തീവ്രവാദാക്രമണങ്ങളും അതിൽ മുസ്ലിങ്ങളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ പ്രമാദമായ അനവധിയായ ബോംബ് സ്ഫോടന കേസുകൾ പരിശോധിക്കുകയും അതിലൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെയും ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളുടെയും ഒക്കെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം വളരെ സവിസ്തരം സംസാരിക്കുകയും പലതരം തെളിവുകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പുസ്തകം ശരിക്കും ഒരു ഇടിവട്ടേറ്റതുപോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അന്ന് നമ്മുടേക്ക് വരുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ഇവരെല്ലാം നിരപരാധികളാണെന്നും നമ്മളറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു ഗ്രാൻഡ് നരേഷൻ്റെ ഭാഗമായിട്ടുള്ള ചില നോളജും ചില ഇമേജുകളുമാണ് നമുക്കുള്ളതെന്ന് നമ്മളൊരു തിയററ്റിക്കലി മനസ്സിലാക്കുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഹൈലി ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല, അത് ഭയങ്കര ആണ്ട് കിടക്കുന്ന, പെന്നിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കയറി കൂടിയൊരു സാധനം, വളരെ വൈകാരികമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ എൻ്റെ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നത്. ഞാനൊരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പോയതാണ്.
അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു +2 ആദ്യ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. ശരിക്കും എനിക്ക് ഒരു കൈൻഡ് ഓഫ് പാരനോയിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയൊരു പുസ്തകം കൂടിയാണത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആരെങ്കിലും വേട്ടയാടുന്നുണ്ടോ, നമ്മളെപ്പോഴും വേണമെങ്കിലും, കാരണം എപ്പോൾ വേണമെങ്കിലും ഒരാളെ പിടിച്ച് അകത്തിടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ വളരെ വളരെ പതുക്കെയാണെങ്കിലും മനസ്സിലാക്കുകയാണ്. നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഹിംസാത്മകമായ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ കരുതിയതിനടുത്ത് സ്റ്റേറ്റാണത് എന്ന് നമ്മൾ പതുക്കെ പതുക്കെ തിരിച്ചറിയണം. നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, കാരണം മനുഷ്യരുടെ ജീവിതങ്ങൾ അങ്ങനെ അങ്ങ് സ്റ്റേറ്റ് തട്ടിത്തെറിപ്പിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം ശരിക്കും എനിക്കൊരു പാരനോയിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ IB പിടിച്ചോണ്ട് പോവോ, ഞാൻ ഭയങ്കര സെക്യൂരിറ്റി കൺസേൺ ആയിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫയലുകളൊക്കെ എനിക്ക് ആരെങ്കിലും വന്നിട്ട് കട്ടുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുമെന്ന് വെച്ചിട്ട് ഞാൻ ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് ഞാനിത് കൂടെ കൊണ്ട് നടക്കില്ലായിരുന്നു. വീട്ടിൽ ഞാൻ എവിടെയും വെക്കൂല, അലമാരയിൽ പോലും വെക്കൂല, ഇതിങ്ങനെ കൂടെ കൊണ്ട് നടക്കും. അത്രയും ഭയങ്കര പാരനോയിക്കായിട്ട്. ഇപ്പോൾ ഒരാൾ ഒരു 10 സെക്കൻഡ് എന്നെ തന്നെ നോക്കിയിരുന്ന ഇയാൾ എന്നെ ഒബ്സർവ് ചെയ്യുകയാണോ, എനിക്ക് ഭയങ്കര പാരനോയിക്കായൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. ഭയങ്കര, പക്ഷേ അതൊരു ഒരു ലെജിറ്റിമേറ്റ് പാരനോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അതൊരു ഓവർ എസ്റ്റിമേഷനും ആയിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എൻ്റെ അന്നത്തെ ഒരു സമയത്ത് എനിക്കത് ഭയങ്കര പാരനോയിക് സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ മുസ്ലിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത്, ഇങ്ങനെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോഴും മുസ്ലിങ്ങളെ കാണുമ്പോൾ പേടിയാവുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളെപ്പോലെ ഷർട്ടും പാൻറ്റും ഇട്ടുള്ള മുസ്ലിങ്ങളെ പോലെ, ഞാൻ പറയുന്നത് വെള്ള ജുബയും പൈജാമയും തൊപ്പിയും താടിയൊക്കെ വെച്ച മുസ്ലിങ്ങളെ കാണുമ്പോൾ തിയററ്റിക്കലി ഇത് അങ്ങനെയല്ല, ഇവരല്ലേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും ഇവരെ കാണുമ്പോൾ എനിക്ക് അപ്പോഴും ഇൻ കേസ് ഇനി ഇയാൾ പൊട്ടിത്തെറിച്ചാൽ അപ്പോൾ ഒന്ന് തട്ടിമുട്ടി പോകണമെങ്കിൽ ഒരു 10-250 പേടി വേണം ഒരു മാസം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ അത് ഒരേ സമയം എൻ്റെ ഇസ്ലാമോഫോബിയ പ്രശ്നവൽക്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇസ്ലാമിലേക്കുള്ളൊരു വരവിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ അന്നും ചിന്തിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ അവിടെ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, ആ അർത്ഥത്തിലുള്ള ചില ഐക്യദാർഢ്യങ്ങളൊക്കെ നമുക്ക് ആവാവുന്നതാണ് എന്നതിൽ കവിഞ്ഞൊരു ഐഡിയ എന്നുള്ള ലെവലിലൊന്നും ഈ സ്റ്റേറ്റ് നടത്തുന്ന വയലൻസ് എന്നുള്ള ഒരു ആംഗിളിൽ നേരത്തെ ഒരു ഇടത് സാഹിത്യങ്ങളിൽ നിന്നുള്ള ഒരു അതുണ്ട്. കാരണം അത് കുറേ കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. കാരണം സ്റ്റേറ്റിൻ്റെ വയലൻസിനെ കുറിച്ച് ഇപ്പോൾ മാക്സ് തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് സൃഷ്ടിയാണെന്നും ക്യാപിറ്റലിസത്തിനെ ഉപജീവിക്കാൻ വേണ്ടി, അതിനെ സേവിക്കാൻ വേണ്ടി അത് തന്നെ സൃഷ്ടിച്ചൊരു സിസ്റ്റമാണ് സ്റ്റേറ്റ് എന്നൊക്കെ മാക്സ് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഐഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു വയലൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തിയററ്റിക്കലി നമുക്കറിയാമായിരുന്നെങ്കിൽ കൂടി പക്ഷേ അതൊരു കേസ് ബൈ കേസ് ആയിട്ട്, ഇവന്റ് ബൈ ഇവന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ആംഗിളിൽ കണക്ഷൻ തോന്നുന്നത് ഈ ഹൂ കിൽഡ് കർക്കര എന്നുള്ള അതായത് നമുക്കൊരു തിയറി ആയിട്ട് അത് അറിയാമെങ്കിൽ കൂടി കേസ് ബൈ കേസ്, ഇന്ന ആളുകൾ എന്നൊക്കെ പണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. കേസ് ബൈ കേസ് വരികയാണല്ലോ. അപ്പോൾ അത് കുറേം കൂടിയും ഡീപ്പായിട്ട് നമുക്കൊന്നും അറിയാമെന്ന് പറയുന്നതും, ഇപ്പോൾ മാക്സിൻ സാഹിത്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് അറിയാം, സിദ്ധാന്തപരമായിട്ട് അറിയാം. പക്ഷെ അതൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറുന്നത് ശരിക്കും ഈ കർക്കരയിലൂടെയാണ്. കർക്കരയാണെന്ന് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർക്കരയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്കളുടെ ആ ഒരു ജേണി ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു നിരീശ്വരവാദം, ആ ഒരു യുക്തിവാദം, ആ ഒരു ഇതിലെത്തിപ്പെട്ട ശേഷം അവിടെ അനുഭവിച്ച ഒരു എങ്ങനെയാണ് അവിടെ നിന്നുകൊണ്ട് അനുഭവിച്ച എക്സ്പീരിയൻസ്, അതായത് അത് യഥാർത്ഥത്തിൽ ആ ഒരു കാഴ്ചപ്പാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നോ ഒരു നിരീശ്വരവാദി എന്നുള്ള അർത്ഥത്തിൽ? അതേപോലെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇത് കൊണ്ടു നടക്കുക മാത്രമായിരുന്നോ, അതോ ഇപ്പം നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന പോലെ ഒരു വിശ്വാസികളെ ആഭ്യസിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകൾ അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ പബ്ലിക്കിലേക്ക്? മനസ്സിൽ കൊണ്ടു നടക്കുക മാത്രമായിരുന്നോ? ഒരു എത്തിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു, ഒരു ഭൗതികവാദിയായിരുന്നു. നിരീശ്വരവാദി എന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഭൗതികവാദി എന്ന് വിളിക്കുന്നതായിരിക്കും ശരി. പക്ഷെ ഭൗതികവാദം എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി തന്നെ എന്താണ്, മെറ്റാഫിസിക്സിനെ തള്ളിക്കളയുന്ന ഒന്നാണ്. അതിഭൗതികമായ എല്ലാ അസ്തിത്വങ്ങളെയും തള്ളിക്കളയുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിൽ ദൈവവിശ്വാസം ഇല്ല. എങ്കിൽ പോലും ദൈവമില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റിനേക്കാൾ കൂടുതൽ ഭൗതികമായിട്ടാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നതും വിശദീകരിക്കപ്പെടേണ്ടതും എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടൊരു നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ ഭാഗമായിട്ടൊരു സൈഡ് എഫക്റ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ദൈവത്തെ കൂടി തള്ളിക്കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പലതിനെയും തള്ളിക്കളയുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളൊരു ഭൗതികവാദി എന്ന നിലയിൽ നമ്മൾ ലോകത്തെ നോക്കിക്കാണുകയും വിശദീകരിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസും ചില ക്ലാരിറ്റികളൊക്കെ അത് തരുന്നുണ്ട്. അന്ന് നമ്മൾ പലതരത്തിൽ
നമ്മളതിനെ ആസ്വദിച്ച സമയങ്ങളുണ്ട്. ഇപ്പം എന്താണ് ലോകത്ത് വയലൻസിനെ കുറിച്ചും മനുഷ്യൻ്റെ സഫറിങ്ങിനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സഫറിങ്ങുമായിട്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺസ് ആയിരുന്നു. അപ്പോൾ സഫറിങ്ങിനെ കുറിച്ചുള്ള മാക്സിമം അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു അബ്സേർഡിസ്റ്റുകൾ, നമ്മുടെ കാമുവിനെ പോലെയുള്ള അബ്സേർഡിസ്റ്റുകളുടെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചും കൂടി ക്ലാരിറ്റി, ലോകത്തെക്കുറിച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യനെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ, ഒരു ഐഡിയൽ ബീയിങ് അല്ലാത്ത രീതിയിൽ തന്നെ മനുഷ്യനെ, എനിക്ക് കുറച്ചും കൂടിയും ഇപ്പോഴും പോലും മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഡെഫിനിഷനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രോയിഡിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് മനുഷ്യൻ്റെ മൂലപ്രകൃതം എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഇപ്പോഴും ഫ്രോയിഡിന് നൽകുന്ന നിർവചനങ്ങളാണ് ഏറ്റവും നല്ല നിർവചനങ്ങളായിട്ട് ഞാൻ ഇപ്പോഴും പരിഗണിക്കുന്നത്. പക്ഷെ അത് ആ അർത്ഥത്തിലുള്ള ചില ക്ലാരിറ്റികളും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ വിശ്വാസികളെ പരിഹസിക്കുന്ന, അപഹസിക്കുന്ന ആ ഒരു രീതിയിലുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണുന്ന പല നാസ്തികരും അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ ഒരു അടച്ചാക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള, അതായത് ഒരു സംവാദം എന്നുള്ളതിലുപരി ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു ആ സമയത്ത്? രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളങ്ങനെ കളിയാക്കി ഇങ്ങനെ ഈ ഒരു തരത്തിൽ അപഹസിക്കുകയോ അല്ലെങ്കിൽ ഒരു വൾഗർ ലാംഗ്വേജ് ഒന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ കളിയാക്കലൊക്കെ ചെയ്യും നൈസായിട്ട്. നമ്മൾ സുഹൃത്തുക്കളൊക്കെ കളിയാക്കൊക്കെ, അതായത് ഏതോ പൗരനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കൊറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കൊക്കെ ചെയ്യുമെങ്കിലും അതൊരു സീരിയസ് കളിയാക്കലൊന്നുമല്ല, അങ്ങനെയുള്ളൂ. പക്ഷെ അതേസമയം തന്നെ ആളുകൾ റസൂൽ അങ്ങനെ കേൾക്കപ്പെടാൻ അന്ന് അർഹനാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അങ്ങനെ പറയരുത്. കാരണം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു കൾച്ചറൽ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ ചില സാംസ്കാരികമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. അദ്ദേഹം അത് കേൾക്കാൻ അർഹനല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മളത് പറയാൻ മാത്രം നിലവാരം കുറഞ്ഞവരല്ല എന്നുള്ള ഒരർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം പുലർത്തണം. പ്രതിപക്ഷ ബഹുമാനത്തെക്കാൾ കൂടുതൽ സ്വന്തം പക്ഷത്തോടൊരു ബഹുമാനം ഉള്ളതുകൊണ്ട് നമ്മൾ അത് വില ഇടിച്ച് കാണരുത് എന്നുള്ളത്. പ്രതിപക്ഷ ബഹുമാനം എനിക്ക് അന്നൊന്നും ഇപ്പോൾ റസൂലിനോട് ഒരു തരത്തിലുള്ള, എനിക്ക് അദ്ദേഹത്തോട് വളരെ പുച്ഛമായിരുന്നു. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ വളരെ പുച്ഛമായിരുന്നു എനിക്ക് അദ്ദേഹത്തോടൊക്കെ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛിച്ചൊരു ഭാഷയിൽ സംസാരിക്കുകയോ അദ്ദേഹത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, അദ്ദേഹത്തെ നമ്മൾ ഗൗനിക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രാകൃതനായ ഒരു അറബി, അദ്ദേഹം നാട്ടുകളിടയ്ക്ക് ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അത് കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നല്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഗൗരവത്തിലെടുക്കാൻ അദ്ദേഹം അർഹനാണെന്നൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല. നമുക്ക് അദ്ദേഹത്തോട് പുച്ഛമായിരുന്നു അന്നൊക്കെ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് ആ ഒരു വളരെ വൾഗറായ ഭാഷയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ട്. ഇപ്പോൾ വിശ്വാസികളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി, അതിനിപ്പോൾ വിശ്വാസികളല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ മുഹമ്മദ് നബി അങ്ങനെയൊക്കെ പറയുള്ളൂ. അതല്ലാതെ അതങ്ങനെ അങ്ങോട്ട് പോവില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു താങ്കളുടെ ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ യുക്തിവാദം അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് സെൻസിൽ നിന്ന് പതിയെ ഷിഫ്റ്റ് ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും ആ ഒരു ഹൂ കിൽഡ് കർക്കര എന്നുള്ള പുസ്തകത്തിലൂടെ അത് വായിച്ചപ്പോഴാണ് ഒരു ഷോക്കിംഗ് അനുഭവം ഉണ്ടായത്. പിന്നെ അതിൽ നിന്ന് ചെറിയൊരു ഷിഫ്റ്റ് മാറിത്തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പിന്നെ ആ ഒരു ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നൊരു ജേണി? ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിനു മുമ്പും നമ്മൾ ഇസ്ലാമിലുണ്ടായിട്ടില്ല. ഇസ്ലാമിലേക്ക് ആദ്യത്തെ വരവാണ് ശരിക്കും. ഇതൊരു തിരിച്ചു വരവല്ല, ശരിക്കും ആദ്യത്തെ വരവാണ്. ഊക്കിൽ കർക്കര അതൊരു ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല ആ പുസ്തകം നമുക്ക് തരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് തരുന്നത്. ഉണ്ടായിരുന്ന ഒരു നിലപാട് മാറാൻ അത് നമ്മുടെ ഒരു അപ്രോച്ച് വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അത് കാരണം വളരെ വംശീയമായിട്ടാണ് നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ആ പുസ്തകം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടി, പിന്നെ ഞാൻ ബേസിക്കലി ഒരു ലോയറാണ്, നമ്മൾ കുറച്ചുകൂടി സോഷ്യൽ സയൻസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, വായനകളോടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ചില മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുള്ളതും അതുപോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ തുടങ്ങിയ ചില റിപ്പോർട്ടുകളിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചുള്ള എൻ്റെ ഒരു പെർസെപ്ഷനെ മാറ്റാൻ, എൻ്റെ ഇസ്ലാമോഫോബിയെ കുറേയും കൂടിയും പ്രശ്നവൽക്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതവും മുസ്ലിങ്ങളെ കുറിച്ചുള്ള പെർസെപ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമുമായിട്ടും അതൊരു അർത്ഥത്തിൽ റിലേറ്റഡ് ആയിരുന്നില്ല. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇസ്ലാം നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നുള്ള അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
ഇസ്ലാം വളരെ മോശമാണെന്നല്ലായിരുന്നു എൻ്റെ അന്നത്തെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ചിട്ട്, മുസ്ലിങ്ങളുടെ സഫറിങ്ങിനെ കുറിച്ചിട്ടും, മുസ്ലിങ്ങളുടെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യൻ നേഷൻ സ്റ്റേറ്റിനകത്ത് മുസ്ലിങ്ങളുടെ പൊസിഷനെ കുറിച്ചിട്ടും ചില പുതിയ ചിന്തകളും ചില പുതിയ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ഇസ്ലാമുമായിട്ടൊന്നും അത് ബന്ധപ്പെട്ടിരിക്കുന്നില്ല, മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അത് ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഈ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചതിൽ ഇദ്ദേഹം ഉയർത്തിയ വിഷയം ഒരു വിഷയമായിരുന്നു എന്ന് തോന്നൽ വന്നിട്ടില്ല. ഈ ശരിക്ക് എനിക്ക് ഒരു റിലീജിയൻ എന്ന അർത്ഥത്തിൽ, ഒരു നമ്മുടെ ഒരു മോഡേൺ സെൻസിൽ പറയുകയാണെങ്കിൽ ഒരു റിലീജിയൻ എന്ന അർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം ഇൻട്രസ്റ്റ് തോന്നിയ റിലീജിയൻ ബുദ്ധിസമാണ്. അപ്പം ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് LLBക്ക് ജോയിൻ ചെയ്യണത് ഉത്തരാഖണ്ഡിലാണ്, ഡെറാഡൂണിൽ. ഈ ഡെറാഡൂണിൽ ശരിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ്. അതായത് ചൈനീസ് അധിനിവേശ കാലത്തൊക്കെ ടിബറ്റിൽ നിന്ന് ഓടിപ്പോകുന്ന ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഒരുപാട് മൊണാസ്ട്രികളും സെറ്റിൽമെൻറ്റുകളും അവിടെ ഉണ്ട്. അപ്പോൾ ബുദ്ധനെ നമ്മൾ മനസ്സിലാക്കുന്നത് ബേസിക്കലി ഒരു അഗ്നോസ്റ്റിക് ആയിട്ടാണ്. അങ്ങനെയാണല്ലോ ബുദ്ധനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു പൂർണ്ണമായൊരു മെറ്റീരിയലിസ്റ്റ് ജീവിതം ആ ഒരു ഘട്ടത്തിൽ എനിക്ക് കുറച്ച് ബോറടിച്ചു തുടങ്ങിയിരുന്നു. കാരണം വളരെ ഒരു പക്ഷെ മാക്സിൽ നമ്മൾ കാണുന്ന ഒരു സാഹിത്യബോധവും ഒരു റൊമാൻറ്റിസിസവും ഒന്നും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ശരിക്കും കുറച്ചും കൂടി നമ്മൾ പ്രത്യേകിച്ച് സഫറിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അതിനെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മെറ്റീരിയലിസം ആസ് ഇറ്റ് ഈസ് കുറച്ചൊരു പോരായ്മയായിട്ട് അത് കൺവിൻസിങ് അല്ലാത്തൊരു പൊസിഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കണ സമയത്ത്, ഞാൻ ഉത്തരാഖണ്ഡിലുള്ള സമയത്ത് ഇന്റേണലി തോന്നുന്നൊരു ഇന്റേണലി അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് അല്ലല്ല. കാരണം ഇവിടുന്ന് നമ്മളാണ്ട് പോവാന്ന് പറയുമ്പോൾ ഒരു പരിചയം ഇല്ലാത്തൊരു നാട്ടിലേക്കാണ് ഈ പോകുന്നത്. പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ കോണ്ടാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര കഴിവുള്ള ആളല്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങനെ എടുക്കാന്നല്ലാണ്ട്, അന്നൊക്കെ ഈ ഒരു റെഗുലറായിട്ട് കണക്ഷൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹംസുഖാനായിട്ടാണ്. ഹംസ കാഞ്ഞിരപ്പള്ളിയായിട്ട് ഇൻറ്റുപ്പാനായിട്ടുമാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നല്ലാതെ അതല്ലാതെ അങ്ങനെ ഞാൻ കോണ്ടാക്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ ഈ ഉത്തരാഖണ്ഡ് പഠിക്കുമ്പോൾ ഞാൻ പല അർത്ഥത്തിൽ ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുമായിട്ട് ബന്ധപ്പെടുകയും ബുദ്ധമതം സ്വീകരിക്കാനുള്ളൊരു പരിപാടി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ 1ാം ഘട്ടത്തിലുള്ള ചില കടമ്പകളിലൂടെ ഒക്കെ അന്ന് കടന്നു പോയിട്ടുണ്ട്. എന്നൊരു ബുദ്ധനായുള്ളൊരു ജീവിതം ട്രൈ ചെയ്ത് നോക്കാൻ കരുതിയിട്ട്. കാരണം പല അർത്ഥത്തിലും എനിക്ക് അവരുടെ ഐഡിയോളജിയോട്, കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എന്നെ എല്ലാ കാലത്തും അലട്ടുന്ന 2 ചോദ്യം, ഒന്ന് മനുഷ്യൻ്റെ സഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യവും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ കമ്പാഷനുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിലേക്ക് ഈ ചെറുപ്പത്തിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഈ അധ്യാപകരുടെയൊക്കെ അടികൊള്ളുമ്പോൾ പോലും എനിക്ക് ആ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് ഒരു ബുദ്ധിസത്തോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. കാരണം ബുദ്ധിസം ബേസിക്കലി ഇറ്റ്സെൽഫ് ഈസ് പീസ് എന്നാണല്ലോ പറയാം. അപ്പോൾ ആ ഒരു പീസിനോട് എനിക്ക് കുറച്ചും കൂടി നോൺ വയലൻ്റ് ആയ ഒരു സിറ്റുവേഷനോട് എനിക്ക് അന്നേ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരു അനുകൂലമായിട്ടുള്ളൊരു ഹാബിറ്റാറ്റ് കൂടി അവിടെ രൂപപ്പെടുകയാണ്. കാരണം തൊട്ടപ്പുറത്തൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. കേരളത്തിലൊന്നും നടക്കില്ലല്ലോ, കേരളത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പില്ല. അപ്പോൾ അന്ന് ഞാനത് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ വീഗനാവുന്നുണ്ട്, നമ്മൾ മാംസം ഒക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ബുദ്ധൻ മാംസത്തിനെതിരായിരുന്നില്ല, മറിച്ച് കൊന്നു തിന്നുന്നതിനാണ് അദ്ദേഹം എതിര്, അതല്ലാതെ ചത്തതിനെ തിന്നുന്നതിന് അദ്ദേഹത്തിന് പ്രശ്നമല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മരണകാരണങ്ങളായിട്ട് പറയുന്നതിലൊന്ന് അദ്ദേഹം പഴകിയ പന്നി മാംസം കഴിച്ചിട്ടാണ് മരിച്ചതെന്നാണ്. അങ്ങനെ ഒരു കഥ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ടിബറ്റൻ മൊണാസ്ട്രിയിലൊക്കെ മാംസവും കിട്ടും, ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഇവരൊക്കെ മാംസം കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ആ വീഗനിസം ഞാൻ നൈസായിട്ട് ഉപേക്ഷിച്ചെങ്കിലും ഇതിങ്ങനെ ഞാൻ കുറച്ച് റിച്വലിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഞാൻ പിന്നെയും എൻട്രൻസ് ചെയ്ത് ഞാൻ പഞ്ചാബിലെത്തുകയും ചെയ്യുന്നത്. ഞാൻ ആകെ ഒരു 8 മാസം ഉത്തരാഖണ്ഡിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പക്ഷേ ഉത്തരാഖണ്ഡിൽ സാധ്യമായിരുന്ന റെഗുലർ കണക്ഷൻ ബുദ്ധിസവുമായിട്ട് പോവുകയും നമ്മൾ വല്ലപ്പോഴുമുള്ളൊരു പോക്ക് വരവ് എന്നൊരു കണക്ഷനിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ. പക്ഷെ പഞ്ചാബിലെത്തുമ്പോൾ നമ്മൾ കൂടുതലും നമ്മളിങ്ങനെ ബുദ്ധിസവുമായിട്ട് ബുദ്ധിസം ഒരു ആ ഒരു ഘട്ടത്തിലാണ് ബുദ്ധിസം ഒരു ലൈഫ് പ്രോജക്റ്റായി, ഒരു ലൈഫിൻ്റെ ഒരു നിർണായക സാധനമായിട്ട് വായനകൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് അംബേദ്കറിൻ്റെ വായനകളാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ബുദ്ധ ആൻഡ് ധാമ എന്നൊക്കെ പറയുന്ന പോലത്തെ പുസ്തകങ്ങൾ. ആ സമയത്ത് അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യമായിട്ട് നമ്മൾ വായിച്ചിരുന്നത്. മാക്സിൽ നിന്ന് മാറി നമ്മൾ അംബേദ്കറിലേക്ക് കൂടുതലായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അംബേദ്കർ ഞാൻ എൻ്റെ ഡിഗ്രി, കാരണം നമ്മൾ ലോ ആയതുകൊണ്ട് തന്നെ അംബേദ്കറുമായിട്ടുള്ള അംബേദ്കർ റീഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക്
അക്കാഡമിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അംബേദ്കറെ ഒഴിച്ചു നിർത്തിയിട്ട് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റുക. കാരണം കാസ്റ്റിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ അന്നും ഇന്നും അദ്ദേഹത്തോളം നല്ല നിർവചനങ്ങൾ നൽകുകയും വലിയ ഇൻസൈറ്റ് നൽകിയ ആളുകൾ കുറവാണ്. ഈ അംബേദ്കറിന്റെ ഇൻസൈറ്റ്സ് ഏതെങ്കിലും അർത്ഥത്തിൽ അത് ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ഇസ്ലാമൊന്നും പിക്ചറിലേ ഇല്ല എന്നൊന്നും. ഇസ്ലാം നമ്മൾ ജനിച്ചു, അതവിടെ അവിടെ ചെയ്യുള്ളൊരു ചെയ്തോളൂ. നമുക്കതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പം ഇസ്ലാമും നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് ബന്ധപ്പെടുമെന്നൊന്നും നമുക്കന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്നും ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കെങ്കിലും ചെയ്യുന്നത് നമ്മൾ ഉപ്പാനായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ ഉപ്പാക്ക് അറിയുന്നത് ഞാനൊരു യുക്തിവാദിയാണ്, ഞാനൊരു മെറ്റീരിയലിസ്റ്റ് ആണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ മൂപ്പര് പിന്നെ ഒന്നും കാര്യമായിട്ട് എടുക്കുന്ന ആളല്ല. ചിൽ സാറാ ചിൽ എന്നൊക്കെ പറയുന്നൊരു ചിൽ മൂടാണ്. അപ്പോൾ മൂപ്പർക്കാവുന്നു ഉപ്പാക്കാവുന്ന ഒരു പ്രശ്നങ്ങളല്ല. പക്ഷെ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ അതല്ലാതെ ഞങ്ങൾ കൂടുതലും കുറച്ചും കൂടി ഞാൻ മതം സംസാരിക്കാനല്ല, ഞാൻ മറ്റെന്തെങ്കിലും വിഷയം സംസാരിക്കാനാണ് പൊതുവേ ഇടുക. പക്ഷെ എൻ്റെ ഉപ്പാടെ ഒരു ജനറൽ അനലിറ്റിക്കൽ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഖുർആനിലൂടെ അതിനെ വിശദീകരിക്കാമെന്നാണ്. ഇൻഫാക്ട് അതൊരു പക്ഷേ സ്വാധീനിച്ചിട്ടുണ്ടാകും. കാരണം ഞാൻ അത്ര അധികം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു അമ്മൂമ്മ കഥ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല ഇത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു തോട്ടെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ ആ സമയത്തായിരിക്കണം. അപ്പോൾ അംബേദ്കറുമായിട്ടുള്ള തരം റീഡിങ്ങുകളൊക്കെ ശരിക്ക് എനിക്ക് കുറച്ചും കൂടി ബുദ്ധിസത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂട്ടി. നമ്മൾ ബുദ്ധിസം ഒരു ഐഡിയ എന്നുള്ള ലെവലിൽ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ അവിടെയാണ് വലിയൊരു പ്രശ്നം നമ്മൾ നേരിട്ട്. ഇതിന് റിച്വൽസ്, മണിയടിക്കുക, പ്രാർത്ഥിക്കുക തുടങ്ങിയ റിച്വൽസ് അല്ല. അതൊരു റിച്വൽ എന്ന് നമുക്ക് ശരിക്കും പോലെ ഫീൽ ചെയ്യുന്ന റിച്വൽസ് ഇല്ല അതിന്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന റിച്വൽസുകൾ കുറവാണ്. മാക്സിമം പ്രാർത്ഥിക്കാമെന്നല്ലാതെ റിച്വൽ എന്ന് പറയുന്നൊരു സാധനമില്ല. അപ്പോഴാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം തന്നെ. കാരണം ബുദ്ധൻ പറഞ്ഞ പോലത്തെ ഒരു സാഹിത്യമൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മളെ കൊണ്ടൊന്നൊക്കെ പറ്റും. പക്ഷെ പ്രശ്നം വരുന്നത് വെച്ചാൽ അപ്പോൾ പിന്നെ ഇതിന് ബുദ്ധൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനും പറയുമല്ലോ വേണമെങ്കിൽ നമുക്ക് പാലിയും സംസ്കൃതവും അറിയില്ല എന്നൊരു പ്രശ്നമുള്ളൂ. മലയാളത്തിൽ ഞാനും പറയും. പറഞ്ഞ ആ ഒരു മെറ്റീരിയലിസം ബോറടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇവിടെയും. നമ്മൾ കുറച്ചും കൂടിയും കുറച്ചും കൂടി ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രവുമായി അടുക്കണം എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ഈ മെറ്റീരിയലിസം എനിക്ക് കുറച്ച് മടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇത് പോരാ എന്നുള്ളത്, മടുക്കുക എന്നല്ല, ഇത് പോരാ, നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു. അതേപോലെ മാർക്സിന്റെ ഒരു അദ്ദേഹം പറയുന്ന റൊമാൻസ് ഒന്നും ജീവിതത്തിൽ വരുന്നില്ല. അല്ല, മാക്സിന് അനുഭവപ്പെടുന്ന റൊമാൻസ് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതേപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു ബുദ്ധന്റെ കാര്യത്തിലും സംഭവിച്ചത്. ബുദ്ധന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ, അതായത് ഒരു ഐഡിയോളജിയോട് നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് തെളിയിക്കാൻ പറ്റുക? റിച്വൽസിലൂടെയാണ്. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ ലോയാലിറ്റി ടുവേർഡ്സ് ആൻ ഐഡിയ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന റിച്വൽസിലൂടെയാണ്. ഇപ്പം നിങ്ങൾ 5 മണിക്ക് എണീക്കുന്നു, ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ 5 മണിക്ക് എണീക്കുന്നു, എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനോടുള്ള ലോയൽറ്റി തെളിയിക്കലാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നണമെങ്കിൽ, ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവുമായി എന്തെങ്കിലും ഒരു ബന്ധം നമുക്കുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നണമെങ്കിൽ നമുക്കതിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ പറ്റേണ്ടതുണ്ട്. ബുദ്ധമതത്തിലുള്ള റിച്വൽസ് ഇല്ലായ്മ അല്ലെങ്കിൽ റിച്വൽസ് ആഗ്രഹിച്ചിരുന്ന ഒരു അവസ്ഥയിൽ റിച്വൽസിനെക്കാട്ടിയും കൂടുതൽ ഇതിനോടുള്ള ലോയൽറ്റി തെളിയിക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പം അദ്ദേഹം ജാതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, സാമൂഹ്യ അനീതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ പലതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. ആ ഒരു ഫീലിംഗ്, അതായത് അതെ, അവിടെ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് ഇല്ല. കാരണം ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തന്നെ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിനകത്തില്ല എന്നുള്ളതാണ് ശരിക്ക് ബുദ്ധിസത്തെ എനിക്ക് കുറച്ചും കൂടി ബുദ്ധിസം പോരാ എന്നൊരു അഭിപ്രായം. ബുദ്ധിസം പോരാന്ന് വെച്ചാൽ ബുദ്ധിസം ഇറ്റ്സെൽഫ് പോരാ എന്നുള്ളതല്ല, എനിക്ക് ബുദ്ധിസം പോരാ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് എത്തിപ്പെടുന്നത്? ആ ഒരു ബുദ്ധിസത്തിന്റെ ഒരു ഫേസ് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് മങ്ങി തുടങ്ങി, പിന്നെ ഇസ്ലാമിലേക്കുള്ള ഒരു കടന്നൊരു, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന എപ്പോഴാണ് ആ ഒരു അർത്ഥത്തിൽ? കാരണം അതുവരെ പിന്നെ ഇസ്ലാമു ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നുള്ള പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ആ ഒരു ചിത്രത്തിലേക്ക് ഇസ്ലാം കടന്നു വരാൻ തുടങ്ങിയത്? അതൊരു തുടക്കം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയറോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ഞാൻ റാൾഫ് ഷൂമാൻ എന്ന് പറയുന്നൊരു അമേരിക്കൻ മാർക്സിസ്റ്റ് സ്കോളറുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഹിഡൻ ഹിസ്റ്ററി ഓഫ് സയനിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഞാൻ ശരിക്ക് ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പത്രം വായിച്ചിട്ടുണ്ട്, നമ്മൾ അതും ഇതൊക്കെ വായിക്കുന്നുണ്ട്, നമ്മൾ ചില ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു ഊക്കിൽ കർക്കര വായിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു ഇമ്പാക്റ്റ് പോലെ എന്നെ ഇമ്പാക്റ്റ് ചെയ്ത മറ്റൊരു പുസ്തകമായിരുന്നു ഈ ഹിഡൻ ഹിസ്റ്ററി ഓഫ് സയനിസം എന്ന് പറയുന്നത്.
അത് ഈ ഫലസ്തീൻ വയലൻസുമായിട്ട് ബന്ധപ്പെട്ടും സയനിസത്തിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ വായിച്ച ഒരു പ്രധാന പുസ്തകങ്ങളൊന്നാണ്. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് എക്സ്ട്രീമായിട്ട് വയലൻസ് വിവരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ പിടിക്കും. മനസ്സിൽ പിടിക്കാന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് പല രൂപത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂക്കിൽ കർക്കര വായിച്ചപ്പോൾ എന്നെ ശരിക്കും എഫക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടൊരു പാരനോയിക് സിറ്റുവേഷനിലാണ്. എന്നെ ഒരു പാരനോയാക്കി മാറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷൂക്കിൽ ഹിഡൻ ഹിസ്റ്ററി ഓഫ് സയനിസം വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കുണ്ടായൊരു പ്രശ്നം ശരിക്കും ഡിപ്രഷനായിരുന്നു. കാരണം അതിൽ ഈ പലതരം മെസാക്കറുകളും അതുപോലെ തന്നെ വയലൻസുകളെ കുറിച്ചിട്ടൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന മറ്റു പലതും വായിക്കും. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, യൂട്യൂബ് വീഡിയോകൾ, അതൊക്കെ നമ്മൾ കാണും. അപ്പോൾ ശരിക്ക് ഫലസ്തീൻ വയലൻസിനെ കുറിച്ച് നമ്മൾ ജനിച്ചന്ന് മുതലേ ഒരു പക്ഷേ കേൾക്കുന്ന ഒരു സാധനമാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളും അവിടുത്തെ അധിനിവേശവും ഒക്കെ, മിഡിൽ ഈസ്റ്റിലെ അധിനിവേശമൊക്കെ. പക്ഷെ അതേസമയം തന്നെ അത് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് ശരിക്കും ആ ഒരു സമയത്താണ്. അതിന് മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഒരു അവസാന ഘട്ടത്തിലാണ്, തേർഡ് ഇയർ ഫസ്റ്റ് ആ ഒരു ഘട്ടത്തിൽ. ഏത് വർഷമായിരിക്കും? അതൊരു 2020 ആ ഒരു, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ആ ഒരു സമയത്തായിരിക്കും അത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന, ഞാനിപ്പോൾ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എനിക്കുണ്ടായ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. അതായത് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ തന്നെ കുറേ പറ്റുന്നില്ല. പക്ഷെ ഉറങ്ങിയാൽ ഞാൻ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും. അതായത് ഇങ്ങനെ ശവക്കൂനുകൾ ഇങ്ങനെ കുമ്മിഞ്ഞു കൂട്ടിയിടുന്നതും കുട്ടികളിങ്ങനെ തലയും മുടലൊക്കെ രണ്ടായിട്ട് കിടക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബ്ലഡി ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുക. ശരിക്കും ഒരു ഉറങ്ങാൻ തന്നെ നമുക്ക് ചിലപ്പോൾ പേടിയാവും. പിന്നെ ഈ സ്വപ്നം കണ്ട് നമ്മൾ എണീച്ചാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ തോന്നില്ല, കാരണം ഇനി ഇത് കണ്ടാലോ എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കുണ്ടായ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഉറക്കം മുഴുവനായിട്ടാണ് പോയത്. ഉറക്കം മുഴുവനായിട്ട് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് മൂക്കിൽ നിന്ന് ചോര വരാനും, അതായത് എൻ്റെ ഹെൽത്ത് തന്നെ ഭയങ്കര ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മൂക്കിൽ നിന്ന് ചോര വരിക, അങ്ങനെ പല പ്രശ്നം ഫിസിക്കലായിട്ട് തന്നെ എനിക്ക് കുറേ പ്രശ്നങ്ങൾ കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈക്കാട്രിസ്റ്റായ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ ഒന്ന് വിളിച്ചു വന്നു. എനിക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ്, ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട്, ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അവളെനിക്ക് 2 പിൽസ് തരാം, സ്ലീപ്പിംഗ് പിൽസ് തരാം, അത് പിന്നെ പതുക്കെ നമുക്ക് അത് മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പം ഇനി പിൽസ് കഴിച്ചിട്ടൊന്നും ഇത് മാറ്റണ്ട, അല്ലാണ്ട് മാറാൻ പറ്റാച്ചെങ്കിൽ മാറട്ടെ. കാരണം എനിക്ക് ആ സമയത്തോട്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സഫറിങ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണെന്നുള്ളൊരു ഐഡിയ വരുമ്പോൾ എനിക്കങ്ങനെ ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷയായിട്ട് വെച്ച ഭൗതികവാദത്തിനും ബുദ്ധിസത്തിനും ഒന്നും നമുക്ക് കാരണം ഇസ്ലാമിലേക്ക് ഒരു വരവെന്നുള്ള കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അതൊരു ഓപ്ഷനല്ല. അപ്പോൾ അത് ശരിക്കും എനിക്ക് ലൈഫിനോട് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടമൊന്നുമില്ലാണ്ടായിരുന്നു. ഇനി മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ആത്മഹത്യയാണ് കുറച്ചും കൂടി നല്ലത്. നമ്മളിപ്പോൾ വെറുതെ ഇതൊന്നും കണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇവരുടെ വയലൻസിനെ കുറിച്ച് മാത്രമല്ല, ഇവരുടെ പവറിനെ കുറിച്ചും ഇവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല. അപ്പം അടുത്തൊരു 100 വർഷത്തിന് ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അങ്ങനെ പോലും ഇല്ല. സോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടൊരു കാലമാണ് ശരിക്കും അത്. അപ്പോൾ അത് അന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തീരുകയാണെങ്കിൽ തീർന്നോട്ടെ, പക്ഷെ മരുന്നൊന്നും കഴിച്ചപ്പോൾ ഇത് തീരണ്ട. അങ്ങനെ ഇപ്പോൾ തീർന്നിട്ടും ഇതൊക്കെ തീർന്നിട്ട് നല്ലപോലെ ജീവിച്ചിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഇത് കാണാനല്ലേ, തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് ഞാനും ഒന്ന് വിചാരിച്ച്. പക്ഷെ അന്നത്തെ ഇതിൽ അതിങ്ങനെ വിചാരിച്ചാണെങ്കിലും അത് പിന്നീട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ഉറക്കമില്ലായ്മ ഭയങ്കര രൂക്ഷമാവാൻ തുടങ്ങി, എൻ്റെ ഫുള്ള് കോൺസെൻട്രേഷൻ പോകാൻ തുടങ്ങി, എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും എഴുതാൻ പറ്റുന്നില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ആകെ ഈ വയലൻസ് ഇങ്ങനെ കാണാൻ മാത്രമേ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പാനായിട്ട് ഞാൻ റെഗുലറായിട്ട് സംസാരിക്കുന്നത്. ഉപ്പ ഒരു ഖുറാൻ സ്കോളറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തഡോളജിക്ക് അപ്പുറത്തേക്കുള്ള മെത്തഡോളജികളുണ്ട് എന്നുള്ളതാണ് ഉപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത്രയും കാലം ഉപ്പ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം ഇതാണെന്ന് അന്നാ മനസ്സിലായത്.
കാരണം നമുക്ക് മാർക്സിസം അറിയാം, നമുക്ക് ബുദ്ധിസം അറിയാം, നമുക്ക് അംബേദ്കറെ കുറിച്ച് അറിയാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം, പലതും അറിയാം. പക്ഷെ നമ്മുടെ മുന്നിൽ ഇതൊരു പ്രശ്നം വന്ന് നിൽക്കുന്നു. ഇതൊക്കെ അറിയാം, ഒക്കെ ശരിയാണ്. ഇതാ പ്രശ്നം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇനി ഇതെന്തെങ്കിലും ചെയ്യും. ഇതെന്തെങ്കിലും ചെയ്താലേ ഇപ്പോൾ ഈ അറിവുകൾ കൊണ്ട് കാര്യമുള്ളൂ. അവർക്കൊന്നും പറയാനില്ല. അവർക്ക് വേണമെങ്കിൽ UN കുറിച്ച് 2 വാക്ക് പറയാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ UN പീസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ 2 പീസ് ടോക്ക് നടക്കട്ടെ എന്നൊക്കെ പറയാം. ഒക്കെ പറയുമ്പോൾ പറയാമെന്നല്ലാണ്ട് ഇതെന്താണ് സംഗതി എന്ന് പറയണമല്ലോ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാനിത് കാണുന്നു. എൻ്റെ സഫറിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം എൻ്റെ സഫറിങ് എനിക്ക് പ്രശ്നമാണ്. മറ്റുള്ളവരുടെ സഫറിങ് പോലും നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ സഫറിങ് അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഇതിൽ ഇപ്പോഴത്തെ ആ ഒരു ആംഗിളിൽ നിന്ന് കിട്ടിയ ഖുറാനിലൂടെ അതിന് ഒരു വിശദീകരണം കൊടുക്കാൻ കഴിയും. എന്നാൽ ആ ഒരു ചിന്തക്ക് മുമ്പായിട്ട് ഇത് സംഗതി വായിക്കുമ്പോൾ തന്നെ പലസ്തീൻ ജനത മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അവർ ഇതിനെങ്ങനെ കോപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ പോയിട്ടുണ്ടായിരുന്നോ? അതൊന്നും എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഇസ്ലാം, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാമൂഹ്യ, ഒരു റിലീജിയസ് പീപ്പിൾ ഇസ് എ സോഷ്യൽ റൈസ്, ഒരു സാമൂഹ്യ വംശമാണ്. ഒരു സാമൂഹ്യ വംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം എൻ്റെ അന്നത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നും അവരുടെ റിലീജിയന് അതുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും എന്തല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കൺസേൺ അല്ല. ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ റിയൽ അല്ല. ഇപ്പം നമ്മൾ ഒരു അമ്മൂമ്മ കഥയിൽ വിശ്വസിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അതിനുള്ളൂ. അവർക്ക് ആ അമ്മൂമ്മ കഥകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എന്താണ് വളരെ ലോജിക്കലോ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ചിന്താപദ്ധതിയോ ഒന്നും അല്ല. അതൊരു ചില സാഹചര്യങ്ങൾ അതങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളും അങ്ങനെ ഓരോ പലതിനും വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങളും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് പ്രത്യയശാസ്ത്രവുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി അത് കണക്ട് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മെറ്റീരിയലിസം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, ഏറ്റവും ചരിത്രപരമായ ഭൗതികവാദം തന്നെയാണ് പ്രധാനം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് തന്നെയാണ് പ്രധാനം, അത് തന്നെയാണ് ഒരു കാറ്റഗറി ആയിട്ട് വരേണ്ടത്. പക്ഷെ ഉപ്പാൻ്റെ സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വയലൻസ് എന്ന് പറയുന്നത് കേവലമായ വയലൻസ് അല്ലെന്നും അതിന് പ്രീക്വലും സീക്വലും ഒക്കെ ഉള്ള, അതിനെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു സാധനം സഫറിങ്. ഇപ്പോൾ സഫറിങ്ങിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട പല ഐഡിയകളും യഥാർത്ഥത്തിൽ വരുന്നത് കാമു, സാർത്തർ ഒക്കെ പോലുള്ള, ഇപ്പം നമ്മൾ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ എന്നാണ് അവർ വിളിക്കുക, അസ്തിത്വവാദികൾ. ബേസിക്കലി അവർ അബ്സർഡിസ്റ്റുകളാണ്. അവർ പറയുന്നൊരു കാര്യം, നമ്മുടെ സഫറിങ്ങിനാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിനാണെങ്കിലും ശരി, അതിന് ഇൻഹറൻ്റ്ലി ഒരു മീനിങ് ഇല്ല. ബട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് ആണല്ലോ. അതായത് അർത്ഥം എന്ന് പറയുന്നത് ഉള്ള ഒന്നല്ല, കൽപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഭാരതത്തിൽ ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ ഒരു കാറ്റഗറിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിലൂടെയാണ് നമ്മളും നമ്മുടെ ലൈഫിനും സഫറിങ്ങിനൊക്കെ മീനിങ്ങുകൾ കണ്ടെത്തുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സഫർ ചെയ്യുന്നത്? അതൊരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ്. അതിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള വൈജ്ഞാനികവും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള മുന്നേറ്റങ്ങളെ, അല്ലെങ്കിൽ ചരിത്രം അനിവാര്യമായി മനസ്സിലാക്കുന്ന അത്തരം മുന്നേറ്റങ്ങളിലൂടെ അത് മാറും. നമ്മുടെ സഫറിങ് മീനിങ് ഫുൾ ആവും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറുന്നത് യഥാർത്ഥത്തിൽ സഫറിങ്ങിന് വേറൊരു മീനിങ് ഉണ്ട് എന്നുള്ള, സഫറിങ്ങിനെ കുറിച്ച് മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാമിനുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കുപ്പാനായിട്ടുള്ള സംസാരത്തിലാണ് നമുക്ക് അന്ന് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സഫറിങ്ങിനെ കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ലൈഫ് എന്ന് പറയുന്ന ഇറ്റ്സെൽഫ് തന്നെ ഇസ്ലാമിനകത്ത് എന്തല്ല, ഒരു പ്ലഷറബിളായ ഒരു ഐറ്റം ഒന്നുമല്ല. അതിനിടയ്ക്ക് എങ്ങാനും ഒന്നെ മറ്റേ പുട്ടിന് പീര കിട്ടണ പോലെ, ഈ വാഴ നനയുമ്പോൾ ചീര കൂടി നനയുന്നൊക്കെ പറഞ്ഞ പോലെ മൊത്തത്തിൽ നടക്കുമ്പോൾ അത് കിട്ടിയാലായിരുന്നുള്ളൂ. ബേസിക്കലി സഫറിങ് തന്നെയാണ്. ശരിക്കും പ്രത്യയശാസ്ത്രങ്ങളെല്ലാം സഫറിങ് എന്ന് പറയുന്നതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമൊക്കെ സഫറിങ്ങിനെ തൊടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അന്നാണ് മനസ്സിലാവുന്നത്. നമ്മുടെ അറിവിൽ ഇതൊരു അമ്മൂമ്മ കഥയാണല്ലോ, ഇതൊരു ബാലരമ കഥ പോലത്തെ ഒരു മായാവി കഥ പോലത്തെ ഒരു സാധനമാണല്ലോ. പക്ഷെ സഫറിങ് എന്ന് പറയുന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാമിനുണ്ട് എന്ന് നമുക്ക് ഈ സംസാരത്തിലാണ് മനസ്സിലാവുന്നത്. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സഫറിങ് എന്ന് പറയുന്നതാണെങ്കിലും ശരി, മനുഷ്യൻ്റെ പ്ലഷർ എന്ന് പറയുന്നതാണെങ്കിലും ശരി, മനുഷ്യൻ്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അതിന് തിയോളജിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നൊരു പോയിന്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ആ സമയത്താണ്. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അതിലേക്ക് വല്ലാതെ നയിച്ച മറ്റൊരു റീഡിങ് ഫൂക്കോയുടെ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും. ഇറാനിയൻ വിപ്ലവത്തിൽ ടാങ്കുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ടാങ്കുകൾക്ക് നേരെ അതിൻ്റെ മുന്നിലേക്ക് ഓടിക്കയറുന്ന ഇറാനിയൻ യുവാക്കളെ കണ്ടിട്ടാണ് ഫൂക്കോ ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്, പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് വളരെ സ്പിരിച്വലായ ഒരു പൊളിറ്റിക്കൽ ആയ ഒരു അവസ്ഥ.
ഒരുപക്ഷെ എനിക്ക് എൻ്റെ ആ ഡിപ്രഷനെ ഒരു വലിയൊരളവോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമായിട്ട് എനിക്കത് അന്ന് തോന്നി. രണ്ടാമതൊരു സാധനം പ്രതീക്ഷയുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഡിപ്രഷൻ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഇത് ഫലസ്തീനികൾക്ക് ഇത് കോപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണോ, അല്ല, അല്ല. അല്ല നിങ്ങൾക്ക് തന്നെയും ഇതൊരു റിയൽ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണോ? അതിൻ്റെ ഒരു പ്രധാന സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതുവരെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഫലസ്തീനിൽ രക്തസാക്ഷികളാക്കപ്പെടുന്ന മനുഷ്യരെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? അവർ ഇരകളാണ്. അല്ലെങ്കിൽ അവർ ഒരു മുതലാളിത്ത സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത സംവിധാനം നടപ്പിലാക്കുന്ന ഹിംസയുടെ ഇരകൾ മാത്രമാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് ഈ സഫറിങ്ങിനെ കുറിച്ചുള്ള ഇസ്ലാമിക അണ്ടർസ്റ്റാൻഡിങ് വന്നതോടുകൂടി അവർ കേവലമായി വിക്ടിം അല്ലാതായിരിക്കുന്നു. അവർ ഷഹീദുകളായി മാറുന്നു. വിജയിക്കുന്നവരാണ്. അതായത് എന്തിനോ വേണ്ടി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്നതിൽ നിന്ന് അവർ പെട്ടെന്ന് പോരാളികളും രക്തസാക്ഷികളും വലിയൊരു ലോകക്രമത്തെക്കുറിച്ചുള്ള ഭാവനകൾ ഉൾക്കൊള്ളുന്നവരുമായി മാറുന്നു. അവിടെയാണ് ശരിക്കും ഇവരുടെ റിലീജിയൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെ ഒറ്റ അടിക്ക് നമുക്ക് എന്താ വെച്ചാൽ ഇവരെ നമ്മൾ കണ്ടിരുന്നൊരു കാഴ്ച മാറാണ്. കേവലമായ വിക്ടിംസിൽ നിന്ന് വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിലേക്ക് വേണ്ടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാളികളായിട്ട് മാറുന്നു. ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. കാരണം ആരാണ് ഇവർ? ഇരകളല്ല എന്നുള്ള ഒരു സാധനം വരുമ്പോൾ തന്നെ അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് ഇരകളല്ലാത്തവരുടെ സഫറിങ് ആണ്. പിന്നെ കേവലമായ ഇരകളല്ല, എന്തിനോ വേണ്ടി എന്തിനാണെന്ന് കൂടി അറിയാണ്ട് കൊല്ലപ്പെടുന്ന ആളുകളല്ല ഇവർ. ഇവർ കൃത്യമായൊരു രാഷ്ട്രീയ പദ്ധതിയുടെ, കൃത്യമായൊരു ലോകവീക്ഷണത്തിൻ്റെ, കൃത്യമായൊരു മെറ്റാഫിസിക്കൽ വീക്ഷണത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ലോകക്രമത്തിന് വേണ്ടി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കേവലമായി ഒരു ഇര എന്നതിൽ നിന്ന് വലിയ ബഹുമാനം തോന്നുന്ന വലിയ പോരാളികളായിട്ട് നമ്മൾ ഇവരെ കാണാൻ തുടങ്ങുകയാണ്. അത് യഥാർത്ഥത്തിൽ അപ്പോൾ സഫറിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നൊരു വ്യത്യാസം എൻ്റെ പെയിനിനെ ഒന്ന് ഈസ് ചെയ്യുന്നുണ്ട്, എൻ്റെ സഫറിങ്ങിനെ ഒന്ന് ഈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു പ്രധാന സംഗതി ഹോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം മുസ്ലിങ്ങളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് പരാജയം സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഈ പോരാളി ഇവർക്ക് പരാജയം സാധ്യമല്ല, ഇവർക്ക് കൊല്ലപ്പെടാം, ഷഹീദാവാം, അത് ശരിയാണ്. ഇവർക്ക് ഇങ്ങനെ ബോംബിട്ട് പൊട്ടിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ പരാജയം അസാധ്യമാണ്. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ചോരച്ചാലുകൾ നീന്തി കടന്നുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഇവിടെയാണ്. അതെ, കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലേക്ക് ഏറ്റവും ഇതിൽ വന്നൊരു സംഭവം എന്ന് വെച്ചാൽ മിശിഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിബ്ലിക്കൽ അല്ല ഖുറാനിൻ്റെ പ്രൊഫസികളാണ്. ഇപ്പോൾ ഹദീസുകൾ ആ സമയത്ത് നമ്മൾ ഖുറാനും ഹദീസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കണക്ട് ആവുന്ന ആ സമയത്താണ്. ഇതിനു മുമ്പ് നമ്മൾ ആയിഷ കല്യാണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിഹാസിത്തൊക്കെ പരിശോധിക്കുമെങ്കിലും അതല്ലാത്ത നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇതിനുമായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുന്ന ഈ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഡിപ്രസൻ പില്ല് എന്ന് പറയുന്നത് നമ്മുടെ മിഷാരി അൽ അഫാസി എന്ന് പറയുന്ന ഒരു ഖിറാത്തുകാരനാണ്. മൂപ്പര സൂറ മറിയം, അതിൻ്റെ പ്രധാനമായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു 10-25 ആയത്തുകൾ അത് ഭയങ്കര ഞാൻ അങ്ങനെ റെഗുലറായിട്ട് കേൾക്കുമായിരുന്നു. അത് ഭയങ്കര രസത്തിലാണല്ലോ ഇങ്ങനെ പോവുക. മുസ്ലിം ആയിട്ടില്ല, ഇല്ല, അപ്പോഴും മുസ്ലിം ഒന്നും ആയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഇതുവരെ ഇസ്ലാമിനെ കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയിലല്ല ഇതിനെ കാണേണ്ടത്. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനമല്ല. സംഗതി എന്താണെന്ന് നമുക്കറിയില്ല, അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചല്ല സാധനം എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ കുറേയും കൂടി ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ കുറേയും കൂടി മെച്ചപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ്ങുകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ മിശിഹ തുടങ്ങിയ സംഭവം, അതായത് ഒരു റിയൽ ആയിട്ടുള്ള പ്രശ്നം തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് ഇതാകട്ടെ നമ്മളൊരു പ്രശ്നം നേരിടുന്നു, നമുക്കിതുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ 2 വരി പറയുമ്പോഴത്തേനും ഇതങ്ങോട്ട് ഇത് വേറെ തന്നെ ഒരു രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ കരുതി വെച്ച ടൂളുകൾ വർക്ക് ചെയ്യുന്നില്ല. ഇതാണെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ ഒരു ടൂളും ഇല്ലേ, 2 വരി പറഞ്ഞിട്ടാണ് ഈ ഒപ്പിക്കണതൊക്കെ. ഒരു 2 വരിക്ക് ഇത്രയും വലിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നമ്മളതിനെ പരിഗണിച്ചില്ലെങ്കിൽ നമ്മുടെ വിലക്കേട് നല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളതിനെ കൂടുതൽ പരിഗണിക്കാൻ തുടങ്ങി. കാരണം ഇവരിത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് പിന്നീട് ഈ ഭൗതികശാസ്ത്രം, മെറ്റീരിയലിസം ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റസൂലിൻ്റെ ജീവിതത്തെ അനലൈസ് ചെയ്യുന്ന ഫ്രോയിഡിൻ്റെയും അതുപോലെ തന്നെ പൗലോ ഫ്രയറിനെ പോലുള്ള ചിന്തകരുടെ, വിൽഹം റീഹിനെ പോലുള്ള ചിന്തകരുടെ, ഇവരൊക്കെ സൈക്കോ അനാലിസിസ് പോലുള്ള മെത്തഡോളജികൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. മാക്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ലോകക്രമത്തെക്കുറിച്ചുള്ളതും ഉൽപ്പാദന വിതരണത്തെക്കുറിച്ചും. അപ്പോൾ ഇതിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടൊരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഇസ്ലാമിനെ നോക്കുമ്പോൾ ഇത് ഫിലോസഫിയുടെ ഏറും കളിയാണെന്ന് നമുക്ക് അന്നാണ് മനസ്സിലാവുന്നത്. ചില്ലറ സാധനം എന്നല്ല ഈ പറഞ്ഞു വെച്ച് പോയുള്ളത്, നമ്മൾ കാണാത്തൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി
ഒരു സീരിയസ് ആയിട്ടൊരു ഇതിലേക്ക് അത് കടക്കുകയാണ്. പിന്നെ അപ്പത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ മിശിഹായുടെ സങ്കല്പമൊക്കെ നമ്മൾ പലതും പറയുന്നു. അതും സങ്കല്പം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഹദീസുകളിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ആ ഭാഗങ്ങളിൽ പല അടയാളങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉം. പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതാണ്. ഉം. അതായത് 1400 വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷം UDF മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരുന്നൊരു പ്രഡിക്ഷൻ പോസിബിളാണ്. അത്രയ്ക്കേ മനുഷ്യന് പറ്റുള്ളൂ. എത്ര വെച്ചിട്ട് ഇപ്പോൾ ഈ പ്രഡിക്റ്റ് ചെയ്യുക മനുഷ്യൻ്റെ വിവരത്തിനൊരു പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഡിക്ഷനും ആ ഒരു പരിമിതി ഉണ്ടല്ലോ. ഇപ്പോൾ 1400 വർഷം മുമ്പൊന്നും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമൊക്കെ നമ്മളിവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുക? സാധ്യമല്ലല്ലോ. നമുക്ക് പറ്റുമോ? ഇപ്പോൾ 2200 ഇവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഒരു ബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ 3000 ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഫിലോസഫിക്കലി ഭയങ്കര നോളജുള്ള ആളാണ് റസൂൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇത് അതിലൊന്നും നിൽക്കുന്ന സാധനമല്ല ഈ ചങ്ങായി പറയണത്. ഉം. മൂപ്പര് സംഭവം ശരിയാണ്. മൂപ്പർക്ക് ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഭയങ്കര സംഭവമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പണി നടക്കില്ല, കൂട്ടിയേ കൂടില്ല. ഫിലോസഫി അറിയുന്നവരും, നമുക്കും ഫിലോസഫി അറിയാം, ഫിലോസഫി അറിയാവുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. ഉം. അവരെ കൊണ്ടുണ്ട് അത് വല്ലതും കൂടുന്നു. പിന്നെ ഈശയെ കൊണ്ടുണ്ട് അത് വല്ലതും കൂടുന്നു. 3000 എന്ത് സംഭവിക്കുന്നു ഈശയോട് ചോദിച്ചാൽ മൂപ്പർക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ചാട്ടി കയറി അത് കൺവിൻസ് ആവുന്നതോടുകൂടി പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്നാൽ പിന്നെ നമ്മൾ ഇനി അങ്ങനെ തന്നെ വളരെ ഓപ്പണായിട്ട് നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഉം. ശരിക്കും ആദ്യമായിട്ടുള്ള നമ്മുടെ ഒരു ഇസ്ലാം പ്രവേശനം ഗ്രാജ്വലായിട്ടാണെങ്കിൽ കൂടി സംഭവിക്കുന്നത് അങ്ങനെയാണ്. അടുത്തൽ മിശിഹയോടുള്ള ഒരു കുറേ കൂടി പറഞ്ഞ യേശുവിനോടുള്ള ആ ഒരു മുഹബത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്ക് യേശുവാണ് ഏറ്റവും മുഹബത്തുള്ള ഫിഗർ എന്ന് പറയുന്നത് ശരിക്കും. അതിലേക്ക് നമ്മളിങ്ങനെ കടക്കുന്നത് കാരണം മിശിഹയുടെ പുനരാഗമനവും. കാരണം ഒരു പ്രതീക്ഷയ്ക്ക് എപ്പോഴും സ്കോപ്പുണ്ട്. നിങ്ങളിപ്പോൾ പരാജയപ്പെട്ടുള്ളൂ, നിങ്ങളിപ്പോൾ കൊല്ലപ്പെട്ടുള്ളൂ, ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. പക്ഷെ അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നിൽക്കുന്നില്ല. നമ്മുടെ ഈ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചുള്ള ഒരു ലോകക്രമത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാവനകൾ, ഒരു സിവിലൈസേഷണൽ പ്രോജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഭാവനകൾ അവസാനിക്കുന്നില്ല, അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ശരിക്കും ആ സമയത്താണ് ഞാൻ ഉസ്താദ് അബുല്ല മൗദൂദിയുടെ പുസ്തകങ്ങൾ കാര്യമായിട്ട് വായിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ തഫീമുൽ ഖുറാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഖുറാൻ പരിഭാഷയാണ്. ശരിക്കും അതിലൊക്കെ അദ്ദേഹം ഈ ഒരു വിഷയത്തെ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് സമീപിക്കുന്നുണ്ട്. ഭയങ്കര അദ്ദേഹം എന്താണ്, നമുക്ക് മെറ്റാഫിസിക്കലായിട്ടല്ല പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ വേൾഡ്ലി ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. വളരെ പൊളിറ്റിക്കലായിട്ട്, വളരെ പൊളിറ്റിക്കൽ കൺവിക്ഷൻസിനോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ ഹദീസ് വായിക്കും, ഖുറാൻ വായിക്കും എന്നൊക്കെ പറയുന്ന കൂടുതലും ഈ തഫീമുൽ ഖുറാനിലൂടെയാണ്. ഇപ്പോൾ തഫീമുൽ ഖുറാനിലൊക്കെ ഈ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് വിശദീകരണത്തിൻ്റെ ഭാഗത്ത്. ഈ പിന്നെ ഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുന്നത് അത് എങ്ങനെയാണ്? അത് ഇപ്പോൾ ഖുറാനിലൂടെ സംസാരത്തിൽ സ്വാഭാവികമായിട്ട് കടന്നു വന്ന കാര്യം. അത് ഈ ഒരു ഇപ്പൊ സൂറ മറിയമാണെന്ന് ഒരിക്കൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇപ്പൊ സൂറ മറിയം കോട്ട് ചെയ്യുന്നതാണ്. ഞാൻ പിന്നീട് സൂറ മറിയം എടുക്കുകയാണ്. അത് തഫീമുൽ ഖുറാൻ എടുക്കണം. അപ്പൊ അന്ന് ഈ D4 മീഡിയയുടെ ഒരു തഫീമുൽ ഖുറാന്റെ എന്തുണ്ട് ആപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിലിരുന്ന് ചെയ്യുമ്പോൾ അതിന്റെ വിശദീകരണത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ശരിക്കും ഇതൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അത് പഠിക്കാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിന്റെ ഒരു മനുഷ്യന്റെ പ്രഡിക്ഷൻ അപ്പുറത്തേക്കുള്ള കപ്പാസിറ്റിയിലാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. പിന്നെന്താ വെച്ചാൽ സംഭവം ഇപ്പം നമ്മൾ യുക്തിവാദി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റ് ആയിരിക്കുമ്പോൾ, ഒരു ബുദ്ധിസ്റ്റ് ആയിരിക്കുമ്പോൾ, ഒരു മാർക്സിസ്റ്റ് ആയിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അതിനോട് എനിക്ക് സാധ്യമാവുന്നതിൻ്റെ മാക്സിമം ലോയാലിറ്റി കാണിക്കാറുണ്ട്. പക്ഷെ ആ ലോയാലിറ്റിയുടെ അർത്ഥം എന്താ വെച്ചാൽ ഇത് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാൻ അതേപോലെ അതങ്ങ് പിൻവലിക്കുകയും കൂടി കാരണം നമ്മുടെ കൺവിക്ഷൻസിനോട് നമ്മൾ മാക്സിമം ലോയലായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇസ്ലാമിനെ കാരണം ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ഇസ്ലാമോഫോബിയ കാര്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്, സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. ഇപ്പം ചില സമയത്തൊക്കെ ഞാൻ തന്നെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ തന്നെ ഒരു മുസ്ലിമാണെന്നൊക്കെ ഇസ്ലാമിന് മുമ്പ് തന്നെ പറയാറുണ്ട്. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് അവരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട്. അതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ ഒന്നും മാറ്റി പറയേണ്ടാത്തൊരവസ്ഥയിലേക്ക് കുറേ കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ വെച്ചാൽ നമുക്കൊരു തിയോളജിക്കൽ കൺവിക്ഷൻസിന് കൂടി എല്ലാത്തേക്ക് വരികയാണ്. വളരെ തിയോളജിക്കൽ ഇൻട്രസ്റ്റുകൾ എനിക്ക് ജനിപ്പിക്കുന്നുണ്ടത്. പക്ഷേ ഈ ഇസ്ലാമിക്കിൻ്റെ ഈ ഒരു പലതിനെക്കുറിച്ചും, സഫറിങ്ങിനെ കുറിച്ച്, ഹോപ്പിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച്, അതുപോലെ നിങ്ങളുടെ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആ ഒരു 4-5 വ്യൂ കിട്ടുമ്പോഴേക്കും നമ്മൾ അതുവരെ നേടിയിരുന്ന പലതരത്തിലുള്ള ഇൻഫർമേഷനുകളും അറിവുകളും ഒരു
വേറൊരു തരത്തിൽ കൂട്ടിയോജിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അത് തമ്മിലൊരു യോജിപ്പും ഒരു ഭംഗിയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട് ചൂടാൻ തുടങ്ങി. അതായത് എന്താ പറയുക, മനുഷ്യന് സാധ്യമാവുന്ന അറിവുകൾക്ക് അതിനെ നമ്മളൊരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കാണുമ്പോൾ അതിൻ്റെ കാഴ്ച ഒന്ന് വേറെയാണ്. അത് ശരിക്കും വളരെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊരു മെൻ്റൽ സ്ട്രെങ്ത് നൽകിയ സാധനമാണ്. ശരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസിക സാഹചര്യം ഈ ഒരു ഘടന അന്ന് രൂപപ്പെടുന്നതാണ്. വളരെ പാരനോയിയാക്കിൽ നിന്ന് എൻ്റെ ഒരു മാനസിക ഘടന വളരെ എന്താ പറയുക, കുറേ കൂടി കാമായ ഒന്നിലേക്ക് മാറുന്നു അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അത് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് പിക്ചറായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു സംഭവമാണ് എന്നെ ഇസ്ലാമിലേക്ക് കൂടുതലായിട്ട് ഇസ്ലാമിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും പതുക്കെ നമ്മൾ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗ്രാജുവലായിട്ട് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കായിരുന്നു. ഇപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ കടന്നു വന്നൊരു വഴിയിൽ ഇപ്പോൾ നിങ്ങൾ ആ മുമ്പുണ്ടായിരുന്നൊരു വഴി, ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഭൗതികവാദി എന്നുള്ള ആ ഒരു അവിടെ നിൽക്കുന്ന ഒരാളോട് ഇപ്പം നിന്നുകൊണ്ട് എന്തായിരിക്കും ഉപദേശിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ ഉള്ളത്, അവരറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ? അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഇസ്ലാമിനെ ഞാൻ ബേസിക്കലി കാണുന്നത് ഒരു സോവറിൻ സിവിലൈസേഷണൽ പ്രോജക്റ്റ് ആയിട്ടാണ്. ഒരു പരമാധികാര രാഷ്ട്രീയ നാഗരിക വ്യവസ്ഥയായിട്ടാണ്. മറ്റുള്ള ഒരു പരമാധികാര വ്യവസ്ഥയിൽ നിന്ന് ഇസ്ലാമിൻ്റെ പരമാധികാര വ്യവസ്ഥയെ ബാധകമാക്കുന്ന വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, നിങ്ങൾ അതിനോട് കൂറ് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. അതിനോട് കൂറ് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് പടച്ചോനിൽ നിന്നൊരു അവകാശം, ഒരു എന്താ പറയുക, അനുവാദം കിട്ടേണ്ട ഹിദായത്ത് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി മൂപ്പരുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടി കാര്യമായിട്ടിരിക്കാം. നമുക്കതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പടച്ചോ നമുക്ക് അൽഹംദുലില്ലാ ചില സാധനങ്ങൾ തരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ പക്ഷെ എങ്കിലും വേണമെങ്കിൽ യുക്തിവാദികളോട് പറയാനുള്ളൊരു കാര്യം വേണമെങ്കിൽ വിക്കിപീഡിയക്ക് അപ്പുറത്തേക്കും ലോകം ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ മെറ്റീരിയലിസ്റ്റുകൾ കുറേയും കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ കുറേയും കൂടി മനസ്സിലാക്കാനുള്ള ശേഷിയും കുറേയും കൂടിയും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ പരിഗണിക്കാനുള്ളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും കുറേയും കൂടി ഉള്ളത് മെറ്റീരിയലിസ്റ്റുകൾക്കാണ്. ആ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെ ഒരു ലൈഫ് ഷെയർ ചെയ്തതിൽ വളരെ നന്ദി. തീർച്ചയായിട്ടും ഒരുപാട് പേർക്കത് ഇൻസ്പിറേഷനിലാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്രോഗ്രാമുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.